ഇന്നൊരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു നോർമൽ പാൻറ്റ്. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തത് 40 ഇഞ്ചാണ്. 40 ഇഞ്ചിൻ്റെ കൂടെ 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 44 ഇഞ്ചാണ് ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തത്. ഇനി അരവണ്ണം മാർക്ക് ചെയ്യാം. അരവണ്ണമായിട്ട് 36 ഇഞ്ചാണ് നമുക്ക് കറക്റ്റ് അരവണ്ണം വരുന്നത്. ആ 36 ഇഞ്ചിൻ്റെ കൂടെ 10 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 46 ഇഞ്ച് കിട്ടും. ആ 46നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറാണ് നമുക്ക് അരവണ്ണമായിട്ട് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ 11.5 ആണ് അരവണ്ണമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മുടെ ഫുൾ ലെങ്ത്ത് എടുക്കുക. ഫുൾ ലെങ്ത്ത് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 5 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 45 ഇഞ്ച് കിട്ടും. ആ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 50 കിട്ടും. ആ 50യുടെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത്ത്. ഈ ക്രോച്ച് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അരവണ്ണത്തിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ക്രോച്ച് റൗണ്ട്. ക്രോച്ച് റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക. ഇനി താഴ്വശത്തെ ഈ ഒരു അളവ് നോക്കാം. നമ്മുടെ കാലക്കിടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ 6.5 ഞാൻ എടുത്തിരിക്കുന്നത്. 6.5യുടെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ എടുത്തിട്ട് 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ 8 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ക്രോച്ച് പോയിന്റിൽ നിന്ന് ആ 2 ഇഞ്ചിലേക്ക് സ്കെയിൽ ഉപയോഗിച്ചതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻറ്റിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.